കേരളത്തിൽ മൊത്തം ഈ കാലവർഷം നമുക്ക് വലിയ വെല്ലുവിളിയായി തീർന്നപ്പോൾ എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ട് എല്ലാ ഉപകരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പ്രവർത്തിക്കുന്നത് AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ മേഖലയിലായതുകൊണ്ട് എനിക്ക് അറിയുന്ന രീതിയിലുള്ള എന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന് വീഡിയോ ഇറക്കുന്നത്. വലിയ വീഡിയോ ചെയ്ത് പരിചയമൊന്നുമില്ല. വീടുകളിലുള്ള മിക്കവാറും വീടുകളിലും ഫ്രിഡ്ജ് ഉണ്ടാവും. ഫ്രിഡ്ജിനകത്ത് ഈ വെള്ളപ്പൊക്കം കയറിയപ്പോൾ ഫ്രിഡ്ജ് വെള്ളം കയറിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അത് മറിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വീടുകളിൽ നമ്മൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ ഒരു 2017-18 കാലവർഷത്തിലെ ഇൻവെർട്ടർ ഫ്രിഡ്ജ് അല്ലാത്ത ഒട്ടുമിക്ക എല്ലാ ഫ്രിഡ്ജുകളിലും സിംഗിൾ ഡോറിൽ വരുന്ന ഫ്രിഡ്ജുകൾ വെള്ളം കയറി കഴിഞ്ഞാലും യാതൊരു കംപ്ലൈന്റും വരില്ല. അത് എങ്ങനെ വരാത്ത രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു തരുന്നത്. ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജുകൾ ഒരിക്കലും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്താൽ ശരിയാവുന്നതല്ല. അതിനുള്ളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരുന്നത് കാരണം ആ സാധനങ്ങൾ ഊരി അതിന്റെ എഞ്ചിനീയേഴ്സിനെ കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യണം. അതല്ലാത്ത സാധാ ഫ്രിഡ്ജുകൾ എങ്ങനെ തന്നെ വെള്ളം കയറി കഴിഞ്ഞാലും വെള്ളം കയറിയ ഭാഗങ്ങൾ ഒന്ന് ഈ ഫ്രിഡ്ജിന്റെ കംപ്രസർ വരുന്ന ഭാഗം, ഈ വയറിംഗ് ഭാഗങ്ങൾ, ഇതൊക്കെ തന്നെ 2-3 ദിവസം മറിഞ്ഞു കിടക്കുന്ന ഫ്രിഡ്ജുകളാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 5-8 മണിക്കൂറെങ്കിലും കുത്തന്നെ നിർത്തി വെക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ഭാഗങ്ങളും നല്ല കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. ഈ വയറുകൾ മൊത്തം നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഊരാൻ പറ്റിയ ഭാഗങ്ങൾ കാണും, അങ്ങനത്തെ ഭാഗങ്ങളെല്ലാം വൃത്തിയിൽ ഊരുക. ഇതിന്റെ ഫ്യൂസാണ്. ഈ ഫ്യൂസ് ഇതിങ്ങനെ ഊരിയിട്ട് ഇതിന്റെ ഉള്ളിലുള്ള മൊത്തം ഈ വെള്ളത്തിന്റെ കണികകളും നമ്മൾ ക്ലീൻ ചെയ്ത് ഒഴിവാക്കുക. അതിനുശേഷം ഇതൊക്കെ തിരിച്ച് അതേപോലെ റീഫിക്സ് ചെയ്യാൻ കഴിയും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ആദ്യം ഊരുന്നതിന്റെ മുന്നായിട്ട് ഒരു ചെറിയ ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് മാറി കിട്ടും. ഇങ്ങനത്തെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യാം. ഇങ്ങനത്തെ എല്ലാ ഭാഗങ്ങളും വെള്ളം കയറുന്ന ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാം. പിന്നെ ഈ കംപ്രസറിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ റിലേ മാത്രമേ വെള്ളം കയറാൻ സാധ്യതയുള്ളൂ. ഇതിന്റെ ഉള്ളിലൊന്നും വെള്ളം കയറൂല. കംപ്രസറിന്റെ ഉള്ളിലോ പൈപ്പിന്റെ ഉള്ളിലോ ഒരു കാരണവശാലും വെള്ളം കയറില്ല. എത്ര തന്നെ ദിവസം വെള്ളം കെട്ടിക്കിടന്നാലും ഇതിനുള്ളിലൊന്നും വെള്ളം കയറാൻ യാതൊരു സാധ്യതയുമില്ല. ഈ സാധനം, ഈ റിലേ ഊരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ വീടുകളിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ബൾബ്, സാധാ ബൾബ് എടുത്തിട്ട് ഈ ബൾബ് ഇതിന്റെ അടുത്തേക്ക് നല്ല രീതിയിൽ ചൂടാകത്തക്ക രീതിയിൽ ഒരു അരമണിക്കൂർ ഓൺ ചെയ്തിടുക. വെള്ളമുണ്ട് എന്ന് സംശയം തോന്നുന്ന എല്ലാ ഭാഗങ്ങളിലും, ഈ ഭാഗങ്ങളിലായാലും ഇങ്ങനെ ഇത്തരത്തിൽ ഓൺ ചെയ്ത് ഈ ബൾബ് ഒരു അരമണിക്കൂർ വെക്കുക. അരമണിക്കൂർ വെച്ചതിന് ശേഷം ഈ ബൾബും ഇതിന് ഇവിടുന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിന്റെ മോൾ ഭാഗത്ത് ഗോദ്രേജിന്റെ ഫ്രിഡ്ജുകളിലും ചില ഫ്രിഡ്ജുകളിലും തെർമോസ്റ്റാറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞൊരു പാർട്ട് വരുന്നുണ്ട്. അത് ഇതിന്റെ മുകൾ ഭാഗത്തായിരിക്കും. ചില ഫ്രിഡ്ജുകൾക്ക് അത് ഉള്ളിലും വരും. ഈ ഫ്രിഡ്ജിന്, ഗോദ്രേജിന്റെ ഈ ഫ്രിഡ്ജിന് മുകൾ ഭാഗത്താണ് വരിക. അത് നിങ്ങൾ നോക്കിയാൽ കാണില്ല. ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ടോപ്പിന്റെ അകത്തായിരിക്കും. ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ച് വല്ല തട്ടി ഊരിയെടുക്കുക. മുകളിലേക്ക് ആക്കിയെടുത്താൽ ഇതിന്റെ ഉള്ളിൽ സ്ക്രൂ കാണാം. ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അയച്ചെടുക്കുക. ഞാൻ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഊരി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഊരിയെടുക്കുക. വളരെ സിമ്പിളാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഉണ്ടാവും സ്ക്രൂ. ഈ സ്ക്രൂ നിങ്ങൾക്ക് ഊരിയെടുക്കുക. ഈ സ്ക്രൂ ഊരിയെടുത്തതിന് ശേഷം ഇത് ബാക്കിലേക്ക് വലിക്കുക. ഇതിന്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും. ഇതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. തുണിയെടുത്ത് ക്ലീൻ ചെയ്താൽ മതി. അതിനുശേഷം ഇത് 4 സ്ക്രൂ വരും. 4 സ്ക്രൂവും ക്ലീൻ ചെയ്യുക, ഊരിയെടുക്കുക. അതിനുശേഷം ഇതിന്റെ അടിയിൽ കാണുന്ന ഇതാണ് ഇതിന്റെ തെർമോസ്റ്റാറ്റ്. ഇതിന്റെ ഈ നീഡുകൾക്കുള്ളിലും ഒരുപക്ഷെ വെള്ളം കയറി കിടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാൻ കഴിവുള്ളവർ അത് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാം. അതിനുശേഷം ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർ വീണ്ടും നമ്മുടെ പഴയ ബൾബ് എടുക്കുക. ഈ ബൾബ് എടുത്തിട്ട് ഈ ഭാഗത്ത് ചൂടാക്കി വെച്ചു കൊടുക്കുക. ഇങ്ങനെ ചൂടാക്കി വെച്ചു കൊടുക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ വെക്കുന്ന സ്ഥലങ്ങൾ ടെമ്പറേച്ചർ കൂടിയിട്ട് ഉരുകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇതിന്റെ ഇവിടെ ആയിരിക്കും ഇതിന്റെ ഉള്ളിലത്തെ ബൾബിന്റെ സ്വിച്ച് വരുന്നത്. ആ സ്വിച്ചിന്റെ ഭാഗവും ഇതേപോലെ ക്ലീൻ ചെയ്യാം. ഇതേപോലത്തെ ഫ്രിഡ്ജ് വേറൊരു ടൈപ്പ് ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഈ തെർമോസ്റ്റാറ്റ് ഉൾഭാഗത്ത് വരുന്ന ഫ്രിഡ്ജ്, അതാണ് ഈ സാംസങ്, വേൾപൂള്, വീഡിയോകോൺ. ഈ ഫ്രിഡ്ജുകളിലൊക്കെ ഇത് ഉൾഭാഗത്താണ് വരിക. ഉൾഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജ് ഫ്രീസറിനോട് ചേർന്ന് ഈ ഭാഗത്തായിരിക്കും ഈ ഒരു സ്വിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ 4 ഭാഗത്തുള്ള സ്ക്രൂകൾ ഊരി വെക്കാം. ഞാൻ കുറച്ചു മുമ്പ് ഊരി വെച്ചുകൊണ്ട്
ഇത് ഊരിയെടുക്കുക. ഇത് ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പം ഇനി ലൂസായി കൈ പോരും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല. ഇത് അതേപോലെ അവിടെ തന്നെ വെച്ചാൽ മതി. വീണ്ടും ഈ ഭാഗത്ത് വരിക. ഈ ഭാഗത്ത് വന്നാൽ ഇതേപോലെ ക്ലിപ്പുകളാണ് ഉണ്ടാവുക. ഇതൊക്കെ ക്ലിപ്പിൽ മാത്രമാണ് നിൽക്കുന്നത്. അത് റിമൂവ് ചെയ്യാം. ഇതേപോലെ റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഊരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തും ഇതേപോലെ ബൾബ് വെച്ച് ചൂടാക്കി കൊടുക്കുക. പിന്നെ വരുന്നത് ഈ സ്വിച്ചാണ്. ഈ സ്വിച്ച് ഊരിയെടുക്കാൻ മുകളിലേക്ക് തള്ളി താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ സ്വിച്ച് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ സ്വിച്ച് റിമൂവ് ചെയ്ത് ഒരുപാട് ഇങ്ങോട്ട് വലിക്കരുത്. ഇതേപോലെ ബൾബ് വെച്ച് ചൂടാക്കുക. അതിനുശേഷം ഉള്ളിൽ ബൾബ് ഹോൾഡർ ഉണ്ട്. അതൊക്കെ ക്ലിപ്പ് ടൈപ്പുകളാണ് ഉണ്ടാവുക. അതൊന്നും ഊരാൻ വലിയ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളല്ല. ഇതേപോലെ ബൾബ് അവിടെ വെച്ച് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞ ശേഷം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജ് ഉപയോഗിക്കാം. അതിന് യാതൊരു കംപ്ലൈന്റും വരില്ല. ഇൻവെർട്ടർ ടൈപ്പ് ശ്രദ്ധിക്കണം. ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജ് ഒരിക്കലും ഇതേപോലെ ചെയ്യാൻ പാടില്ല. ഡബിൾ ഡോർ ഫ്രിഡ്ജുകളും ഇതേപോലെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുന്നതല്ല. അതിൽ ഒരുപാട് എക്യുപ്മെന്റുകൾ അധികം വരുന്നതുകൊണ്ട് അതിന് ടെക്നീഷ്യന്മാർ തന്നെ വേണം. അവരെ കൊണ്ടുപോയി അവരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഇതിനുശേഷം പല മോഡലുകളും ഇതേപോലെ വരും. ഈ ബോക്സ് നിങ്ങൾക്ക് ഊരാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ, ഈ ബോക്സ് ഊരാൻ ബുദ്ധിമുട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ലൂസ് ചെയ്തിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. പരമാവധി വെള്ളം അങ്ങനെ തന്നെ പോകും. അതിനുശേഷം 1 മണിക്കൂറെങ്കിലും ഈ ബൾബ് ഇവിടെ വെച്ച് ചൂടാക്കി കൊടുക്കുക. ഈ വരുന്ന ഭാഗങ്ങളിലും വയറ് വരുന്ന ഭാഗങ്ങളിലും ഇതേപോലെ ചെയ്യാം. ഇതിന്റെ തെർമോസ്റ്റാറ്റ് ഈ ഫ്രിഡ്ജാണെങ്കിലും അതേപോലെ തന്നെ ചെയ്യാം. അതിനുശേഷം ചില മോഡലുകൾ നമ്മൾ പറഞ്ഞ തെർമോസ്റ്റാറ്റ് ഇതിനകത്തായിരിക്കും വരുന്നത്. അതൊരു സ്ക്രൂവിന്റെ മുകളിലാണ് വരിക. സ്ക്രൂ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. അത് റിമൂവ് ചെയ്യുക. ഇതേപോലെ ബൾബ് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രിഡ്ജ് സേഫ്റ്റി ആയിരിക്കും. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്.